മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി. മലയാളത്തിലെ കവികൾ ആവിഷ്കരിച്ചിട്ടുള്ള ചില ജീവിത തത്വങ്ങൾ നമ്മുടെ ആശയങ്ങൾ സമർത്ഥിക്കുന്നതിനായി സ്വാഭാവികമായി തന്നെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അത്രയേറെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നവയാണ് അത്തരം കാവ്യാവിഷ്കരണങ്ങൾ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വരികളാണ്. ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാനാകാത്തതും എന്തിന് അനിവാര്യവുമാണെന്ന് സമർത്ഥിക്കാൻ ഇടശ്ശേരിയുടെ ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന വരികൾ നമ്മളൊരു ശീലം പോലെ ഉദ്ധരിക്കുന്നു. അറിവ് ഒരു ഭാരമാണെന്ന് സൂചിപ്പിക്കാൻ അക്കിത്തത്തിന്റെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ നമുക്ക് പിന്തുണയാകുന്നു. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന ചങ്ങമ്പുഴയുടെ വരികളാകട്ടെ താൻ നിഷ്കളങ്കനും ലോകം കപടവുമാണെന്ന് ചിലപ്പോഴെങ്കിലും വിശ്വസിക്കുന്ന പല മനുഷ്യർക്കും ഒരു അത്താണിയാകുന്നുണ്ട്. തത്വശാസ്ത്രങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും പരസ്പര സ്നേഹത്തെ അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ മുൻനിർത്തി സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ പൊതുജീവിതത്തിൽ ഇടപെടുന്ന പലരുടെയും ആദർശമാണിത്. ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു പോയാൽ, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയാൽ അതേപ്പറ്റിയുള്ള പശ്ചാത്താപത്തിനിടയ്ക്ക് സാന്ത്വനവുമായി അനിയന്ത്രിതമായി ചിലപ്പോഴീ മനമൂടാത്ത കുമാർഗമില്ലടോ എന്ന ആശാന്റെ വരികൾ കടന്നു വരുന്നു. ജീവിതത്തിലെ താങ്ങാനാകാത്ത ദുഃഖങ്ങളിൽ വീണുകിടക്കുമ്പോൾ ഇടശ്ശേരിയുടെ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന വരികൾ നമുക്ക് സാന്ത്വനവും ബലവുമായി മാറുന്നു. ഇങ്ങനെ നമ്മെ സാന്ത്വനിപ്പിക്കാൻ, ധീരരാക്കാൻ, ചില ജീവിത തത്വങ്ങൾ ഓർത്ത് സമചിത്തരാകാൻ കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ട് കാണിച്ച മലയാളം നമ്മുടെ ഉള്ളിലുണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.